അടുത്തത് മഴ മുന്നറിയിപ്പിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാവുകയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. സുവി വിശ്വനാഥ് ചേരുകയാണ്. സുവി, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണേന്ദു, സംസ്ഥാനത്ത് മഴ വ്യാപകമാകുന്നു എന്ന സൂചനകൾ തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന പ്രവചനങ്ങളിൽ പറയുന്നത്. ഓറഞ്ച് അലർട്ട് 3 ജില്ലകളിലാണ്, അതായത് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ്. കഴിഞ്ഞ ദിവസം ഇത് കോഴിക്കോടും കണ്ണൂരുമായിരുന്നു. അതിപ്പോൾ തെക്കൻ ജില്ലകളിലേക്ക് മാറുകയാണ്. എന്നാൽ പരക്കെ യെല്ലോ അലർട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതായത് സംസ്ഥാനത്ത് മഴ വ്യാപകമാകുന്നു എന്നാണ് ഈ വിവരങ്ങളിൽ നിന്ന് പറയുന്നത്. ഒപ്പം കർണാടകത്തിന് മുകളിൽ ചക്രവാത ചുഴി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഒരു ന്യൂനമർദ്ദ പാർട്ടി കേരളത്തിന് മുകളിൽ ഉണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ വരുന്ന ഒരാഴ്ച മഴ മുന്നറിയിപ്പ് ഉണ്ടാകാനുള്ള, മഴ തുടരാനുള്ള ഒരു സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ മാസം 21 വരെ കേരള, തമിഴ്നാട്, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗത്തിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഏതായാലും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിലും മഴ തുടരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അതാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ അധികമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മഴ മുന്നറിയിപ്പ് ശ്രദ്ധിച്ച് എല്ലാം വേണ്ട പ്രിക്കോഷൻസ് എല്ലാം എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം.